അങ്ങനെ ആദ്യത്തെ പണത്തിന്റെ പെരുമഴക്കാലമൊക്കെ കഴിഞ്ഞു. മഴ ഒന്ന് തോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെവിൻ ഒരു തവണ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വീശിയതേ ഉള്ളൂ. എങ്കിലും കിട്ടി 350 രൂപ. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് പോലും അതിൻ്റെ അടുത്തേ കാശാവത്തോളൂ. ഈവൻ ആദിലേക്ക് പോലും 500 എങ്ങാണ്ട് നുള്ളിപ്പറക്കി തികച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 19 രൂപ വെച്ച് 10 രൂപ 10 രൂപയൊക്കെയാണ് ഇവർക്ക് കിട്ടിയത്. കൂട്ടത്തിൽ കൈ നിറയെ കാശ് വാരിയത് ഷാനവാസ് ആണോ എന്നൊരു സംശയമുണ്ട്. നമുക്കത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ശരിക്കും ഞാൻ ആ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് നെവിൻ എന്തോ വലിയ ചിട്ടത്തരം കാണിക്കാൻ പോകുന്നു, അടുത്ത കള്ളക്കളിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് കരുതിയതെങ്കിലും ഈ ഒരു ഇതിനകത്ത് നെവിൻ അത്ര ഉടായ്പൊന്നും കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ത് പറയും, എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടുകൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. അതായത് അവര് വാതിലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് ഐഡിയുടെയും മിന്നലിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ അങ്ങോട്ട് കേൾപ്പിച്ച് എല്ലാവരും ഓടി. ഇവർക്ക് അറിയില്ല ആക്ച്വലി ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ടാസ്ക് എന്ന് അവർക്ക് അറിയില്ല. മഴയൊക്കെ പെയ്യും, തെന്നി വീഴരുത് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് അനുമോളും ഒക്കെ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. 2 പൈറോമീറ്റേഴ്സ് പോലെ അതെന്തോ സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്നു. അവിടെ ആ പേപ്പറിന്റെ ഇടയിൽ കൂടെ, കളർ പേപ്പേഴ്സിന്റെ ഇടയിൽ കൂടെ പൈസകൾ ഇങ്ങനെ പറക്കുന്നു. എന്റെ പൊന്നെ, മൊത്തത്തിൽ 10,000 രൂപയായിരിക്കും ഈ വീഴുന്നത്. അതിൽ ഓരോരുത്തരായിട്ട് കിട്ടുന്നത് എന്താണോ അത് അവർക്ക് സേവ് ചെയ്യാം. പക്ഷേ കൂടുതലും ഈ 10 രൂപ 20 രൂപയൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അള്ളി മാന്തി പറിക്കുന്നതിനകത്ത് ഈ പറയുന്ന 10ഉം 20ഉം കൂടെ കൂട്ടിച്ചേർത്തൊക്കെ 500 രൂപ കിട്ടാൻ ചാൻസ് ഉള്ളു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഫണ്ണായിട്ട് തന്നെ ആ ടാസ്കിനെ എല്ലാവരും ഫേസ് ചെയ്തു. അങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല. ഓൾറെഡി ഇതുപോലത്തുള്ള ഒരു ടാസ്ക് ബോളിന്റെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും ഫണ്ണായിട്ടൊക്കെ തന്നെയായിരുന്നു ആ ബോളിൻ്റെതൊക്കെ എടുത്തത്. അതിനുശേഷം ഇതിന്റെ ഇടയിൽ കൂടെ ഫുഡ് ഉണ്ടാക്കിയത് മുട്ട കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ നെവിൻ മുട്ടയാണ് ഉണ്ടായിക്കൊണ്ട് നിന്നിരുന്നത്. അപ്പൊ മുട്ട കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു കയ്യില് ഫുഡും അടുത്ത കയ്യില് കാശും അള്ളി മാന്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെവിൻ ഓടി ഒന്ന് ഇറങ്ങി ചാടി 2-3 എടുത്തു. എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് ചെയറിന്റെ ഇടയിൽ കീഴിലോട്ട് വെച്ചിട്ട് നൈസായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് പണം ഫുഡ്, ഇതാണ് നെവിൻ. അങ്ങനെ നെവിൻ അത് പിന്നെ അങ്ങോട്ട് നൈസായിട്ട് അതങ്ങ് ഒതുക്കി. ആരും നെവിനെ പോയി ചൊറിയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നിനും പോകണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ശരി, വലിയൊരു വഴക്കൊന്നും ഉണ്ടായില്ല. പകരം നൈസായിട്ട് കതക് തുറന്ന് ഈ പറയുന്ന കാശ് എല്ലാവരും കാണിക്കാൻ വേണ്ടി തന്നെ ക്യാമറയുടെ മുന്നിലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ നെവിൻ ഒരു കയ്യിൽ ഫുഡുമായിട്ട് കയറി വരുമ്പോൾ ആദിൽ അവിടെയുണ്ട്.